ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിതാ ഇതുപോലെ ഒരു സ്നാക്കാട്ടോ, കുട്ടികൾക്കൊക്കെ 4 മണിക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിതിവിടെ ചെയ്തെടുത്തേക്കുന്നത് മൈദ വെച്ചിട്ടാട്ടോ. അപ്പോൾ വളരെ എളുപ്പം നമുക്കിത് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ബേക്കറിയിലൊന്നും പോയി വാങ്ങണ്ട. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്കിതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്കിതാ ഇതുപോലെ കുറച്ച് മൈദ എടുക്കാം. അത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണം, അതേപോലെ സ്നാക്ക് കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാവും നല്ലത്. ഞാനിപ്പോൾ ഇതൊരു 250-300 ഗ്രാമോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മതിയാകും. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിൽ മധുരം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും. അതല്ലാന്നുണ്ടെങ്കിൽ മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ എള്ളോ അതുപോലെ അയമോദകം അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. ഇത് പഞ്ചസാര ലൈനിലിട്ടെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കുറച്ചിട്ടത് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് കുഴയ്ക്കാൻ വെള്ളം എടുക്കും, ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചാലിച്ചെടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ഇട്ടാലും കട്ട കുത്തി കിടക്കൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടും. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അത് ഒരുപാടങ്ങ് ലൂസായി പോകരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ സ്നാക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ മൈദ ചെയ്യുന്ന അത്ര ടേസ്റ്റ് ഗോതമ്പ് പൊടി കൊണ്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഹാർഡും അല്ല, എന്നാൽ ഒരുപാടങ്ങ് സോഫ്റ്റും ആയി പോയിട്ടില്ല. ഇനി നമ്മൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് നമ്മളെല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കിനി ഇത് വളരെ നൈസായിട്ടിത് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് അതിനുശേഷം നന്നായിട്ട് വളരെ നൈസായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമുക്കിതൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മുകൾ വശമായിട്ട് ഇങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, വളരെ കട്ടി കുറച്ച് നമ്മൾ കണ്ടില്ലേ, നന്നായിട്ട് കട്ടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ റോളും ഇതേപോലെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. ബട്ടറോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതേപോലെ നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ എന്തായാലും ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഓയിൽ. ഇത് ലെയറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് സ്പ്രെഡായതിനു ശേഷം നമുക്ക് മൈദപ്പൊടി നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. മൈദപ്പൊടി എല്ലാ ഭാഗത്തും ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂണോ ഇനി കൈ കൊണ്ടാണെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ പൊടി ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഓയിലും അതുപോലെ തന്നെ മൈദപ്പൊടിയും എല്ലാം കൂടി ഒന്ന് നമ്മൾ ആ പരത്തിയെടുത്ത ഡോയിലേക്കൊക്കെ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ മടക്കായിട്ട് മടക്കി വെച്ചിട്ടാണ് നമുക്കത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ നമുക്ക് മടക്കണ്ട. നമ്മൾ സാധാരണ മടക്ക് സേവയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് പരത്തിയിട്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കിട്ടും. കണ്ടില്ലേ, ചെറിയ വലുപ്പത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വലിയ രീതിയിൽ വേണമെങ്കിൽ നമുക്കിതെല്ലാം കൂടി ഒന്നിച്ച് വെച്ച് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. ഇനി അതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു ഇത്തിരി വെള്ളം ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പം അവിടെ അവിടെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ.
അതിനുശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം നമ്മളെല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്തതും കൂടി എടുത്തിട്ടുണ്ട്. അതും എല്ലാം കൂടി ഒന്ന് നമുക്ക് സെറ്റാക്കി വെക്കാം. ഇത് നമുക്കൊരു 5 റോള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് ഇതേപോലെ ഒരു കത്തി കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് ഉള്ളിൽ ലെയറൊക്കെ കണ്ടില്ലേ. നമുക്ക് ഇനി പരത്തൊന്നും വേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചുകൂടി വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇതേപോലെ ചെറുതാക്കി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നല്ല ലെയറായിട്ട് കിട്ടുന്ന മടക്ക് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നൊരു മടക്കാട്ടോ. അതും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് മടക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്നാക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ. എല്ലാവരും ഒന്ന് കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ സമയത്ത് തന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എണ്ണ ചൂടായിട്ട് കിട്ടും. അപ്പം ഞാനിത് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതേപോലെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരണം. ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്താലേ ഈ ലെയറൊക്കെ നന്നായിട്ട് പൊന്തി വരുള്ളൂ കേട്ടോ. അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ലെയറായിട്ട് തന്നെ അങ്ങനെ അകന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല തിളച്ച എണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് അപ്പം തന്നെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താലേ നമുക്ക് ആ ലെയറൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഒരു 3 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ചൂടിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കി വയ്ക്കാം. പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ചൂടോടുകൂടി തന്നെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കട്ടിയായി പോവും. നമുക്ക് എല്ലാം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഒന്നിച്ച് നമ്മുടെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതിയാകും. ഞാനിതാ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നെടുത്തത് അതിലൊരു 1/4 ഭാഗത്തോളം വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു 3 ഏലക്ക ഒന്ന് ചതച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. സ്നാക്ക് ഇത് അവിടെ ക്രിസ്പി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നേരെ മാറ്റിയതിന് ശേഷം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതേപോലെ പഞ്ചസാര സിറപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിത് അടുപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം എണ്ണ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് എണ്ണ കുടിച്ച് പോകും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം ഇത് അടുപ്പിൽ നിന്ന് എടുത്താൽ മതി. നമുക്ക് പഞ്ചസാര സിറപ്പ് ശരിയായോ കറക്റ്റ് ഇതിലായോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്ത് നോക്കണം. അത് സ്പ്രെഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്ന രീതിയിൽ പഞ്ചസാര ആവണം. ആ കറക്റ്റ് ടൈം ആ സമയത്താണ് കേട്ടോ. ആ സമയത്ത് നമുക്കിത് പഞ്ചസാര സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതാ കണ്ടില്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ നമുക്കത് ഉരുണ്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ രണ്ടാമത് എടുത്തപ്പോഴേക്കും ഇത് കട്ടയായി പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച ശേഷം പഞ്ചസാര സിറപ്പ് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് കണ്ടില്ല, എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. ഇത് കുറച്ച് ഡ്രൈ ആയി വരുമ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണുന്നതേക്കും. ഓക്കെ, ടാറ്റാ, ബൈ.